ശ്രുതി പറയും ഞാൻ ട്രാവൽസിൽ നിന്ന് ഒരു വണ്ടി ഏർപ്പാടാക്കാം, എന്നിട്ട് എല്ലാവരും ഇറങ്ങിയിട്ട് നമുക്ക് രാത്രി പോവാം. അവൾ പറയും ഇത് നടന്നാ തന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല. ശ്രുതി പറയും മതി, തന്നെ മറക്കില്ല എന്നൊരു ഒറ്റ വാക്ക്. ആ ഒരൊറ്റ വാക്കിന് വേണ്ടി ഞാൻ ഈ റിസ്ക് ഏറ്റെടുക്കുന്നു. ഇത് കേട്ടിട്ട് നിധി ശ്രുതിയെ നോക്കുമ്പോൾ ശ്രുതി പറയും ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതാ. നീതുവിൻ്റെ അച്ഛൻ സുഭാഷിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഒച്ച ഉണ്ടാക്കുകയാണ്. ഇതൊക്കെ കേട്ട് ഹരീഷിന് ദേഷ്യം വരുന്നുണ്ട്. സുഭാഷ് പറയും വരൂ എന്തൊക്കെയുണ്ട്, കയറി ഇരിക്കാനൊക്കെ പറയും. അയാൾ പറയും കയറിയിരുന്ന് വിശേഷം പങ്കുവെക്കാനല്ല ഞാൻ വന്നത്. സുഭാഷിൻ്റെ അച്ഛൻ പറയും കണ്ട മരമാക്രികളെ ഞങ്ങളെ വീട്ടിൽ കയറ്റാറുമില്ല. സുഭാഷ് അയാളോട് ചോദിക്കും എൻ്റെ അനിയൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നോ, അതോ അവൾ കോളേജിൽ പോകുമ്പോൾ അവളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തോ, അവളെ ഫോൺ വിളിച്ചോ? അപ്പോൾ അയാൾ പറയും ഇല്ല, നിങ്ങളുടെ മകള് അവൻ്റെ വർക്ക്ഷോപ്പിൽ പോയി അവനോട് സംസാരിച്ചു. അപ്പോൾ അവൻ അതിന് മറുപടി പറഞ്ഞു കാണും, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് പറയും. അയാൾ പോകുമ്പോഴും പറയും ഇനി എൻ്റെ മോളോട് സംസാരിച്ചാൽ ഞാൻ ഇങ്ങനെയല്ല പെരുമാറാമെന്ന്. സുഭാഷിൻ്റെ അച്ഛൻ പറയും നീ ഇനി ഈ ഓട്ടോറിക്ഷ കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ ഞാനും ഇങ്ങനെയല്ല പെരുമാറാമെന്ന് പറയും. സുഭാഷ് അകത്തേക്ക് കയറിപ്പോയി കഴിയുമ്പോൾ നികേഷ് ഹരീഷിനോട് പറയും നാട്ടിലുള്ള പെൺപിള്ളേർക്കൊക്കെ ഇവിടെയുള്ള ആണുങ്ങളോട് എന്തൊരു കാര്യമാണ്, പക്ഷെ അവരുടെ അച്ഛന്മാരൊന്നും ശരിയല്ല എന്ന് പറയും. നിധിയുടെ വീട്ടിലെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. നിധിയുടെ അച്ഛൻ സുഭാഷിനോട് പറയും ഇവിടുത്തെ എല്ലാ കാര്യത്തിനും നീ കൂടെ സഹായിക്കണം എന്ന് പറയും. കാറിൽ 2 കവറുണ്ട്, അതൊന്നും എടുത്ത് അകത്ത് വെക്കണേന്ന് പറയും. സുഭാഷ് അതെടുത്ത് അകത്ത് പോയിട്ട് നിധിയുടെ കൈ കൊടുക്കും. എന്നിട്ട് പറയും കാർ റെഡിയാണേ. അമ്മ വന്ന് അച്ഛനോട് പറയും ഇപ്പോൾ തറവാട്ടമ്പലത്തിൽ വരെ ഒന്ന് പോകണം, എങ്കിലേ വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ചെത്താൻ പറ്റൂ. അച്ഛൻ അരുണിനോട് ചോദിക്കും നീ വരുന്നില്ലെന്ന്. അരുൺ പറയും ഞാനും വരുന്നുണ്ട്. നിധിയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നിന്ന് എങ്ങനെയാണ് ഡ്രസ്സും സർട്ടിഫിക്കറ്റൊക്കെ പാക്ക് ചെയ്യാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അമ്മ പറയും അച്ഛൻ താഴോട്ട് വിളിക്കുന്നുണ്ട്, ഇന്ന് തറവാട്ടമ്പലം വരെ ഒന്ന് പോകാനുണ്ടെന്ന് പറയും. നിധി ഇങ്ങനെ മനസ്സിൽ പറയും അവരുടെ കൂടെ പോകേണ്ടി വന്നാൽ പ്ലാനിങ് മൊത്തം തെറ്റും. അച്ഛൻ നിധിയോട് പറയും ഞങ്ങൾ തറവാട്ടമ്പലം വരെ ഒന്ന് പോയിട്ട് വരാം, നീ ഇവിടെ നിന്നോന്ന് പറയും. കൂട്ടിനവിടെ സാന്ദ്രയും നിൽക്കും. അരുണ് ശ്രുതിയോട് വണ്ടി എടുക്കാൻ പറയുമ്പോൾ അച്ഛൻ പറയും വേണ്ട, വണ്ടി ഞാൻ ഓടിച്ചോളാം, അവന് ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും സഹായിക്കാനുണ്ടെങ്കിലോ. നിധി ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിക്കുക. സൂര്യ ഇറിറ്റേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ. നിധി ബാഗ് പാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു ഫാമിലി ഗ്രൂപ്പ് ഫോട്ടോ താഴെ വീഴും. അതെടുത്തിട്ട് നിധി പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ കരയാണ്. നിധി സാധനങ്ങളൊക്കെ എടുത്ത് ബാഗ് പാക്ക് ചെയ്യുക. ആ സമയത്ത് ചേച്ചി അങ്ങോട്ട് വന്ന് വാതിൽ മുട്ടാണ്. നിധി വേഗം കട്ടിലിൻ്റെ സൈഡിലേക്ക് ബാഗ് ഇട്ടിട്ട് വാതിൽ തുറന്നു കൊടുക്കും. ചേച്ചി കോഫി എടുത്തിട്ട് പറയും കിടക്കായിരുന്നു. അതും പറഞ്ഞ് കയ്യിലിരുന്ന കോഫി എടുത്തിട്ട് നിധിക്ക് കൊടുക്കും. അപ്പോഴാണ് കട്ടിലിരുന്ന ഫാമിലി ഫോട്ടോ ചേച്ചിയുടെ കണ്ണിൽ പെടുന്നത്. ചേച്ചി ആ ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് പറയും അച്ഛൻ അടിച്ചതിലേ വിഷമമുണ്ടോ നിനക്ക്? ഞാൻ സൂര്യയെക്കുറിച്ച് അരുണേട്ടനോട് സംസാരിച്ചിരുന്നു. അരുണേട്ടൻ പറയുന്നത് ഒക്കെ നിൻ്റെ തോന്നലാണെന്നാ. ഞാനും ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ അരുണേട്ടൻ എന്നോട് ചൂടാവും. ചോദിച്ചു കഴിഞ്ഞാൽ പറയും നിനക്കെന്തോ പറ്റിയോ എന്നുള്ള പേടി കൊണ്ടാണെന്ന്. എല്ലാ ആണുങ്ങളും ഒരുപോലെ. സൂര്യ ചിലപ്പോൾ നിൻ്റെ കാര്യത്തിൽ പൊസസീവ് ആയിരിക്കും, അതുകൊണ്ടാവും ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. നിധി പറയും എൻ്റെ മനസ്സിനെ ഞാൻ പാകപ്പെടുത്തിക്കൊള്ളാം, എന്നെ സമാധാനിപ്പിക്കാനൊന്നും നോക്കണ്ട, ഏടത്തിക്ക് കുറേ പണിയൊക്കെ ഉള്ളതല്ലേ, എടുത്ത് പോയി ചെയ്തോളൂ എന്ന് പറയും. രാത്രി നിധിയെ കാണാഞ്ഞിട്ട് ശ്രുതി ഫോൺ വിളിച്ചു നോക്കും. നിധിയോട് ബാഗ് എടുത്ത് പുറത്ത് വെക്കാൻ പറയും. നിധി വയ്ക്കും വീട്ടിൽ ഇത്രയും ആളുള്ളപ്പോൾ ബാഗ് എങ്ങനെ അവിടെ നിന്ന് കൊണ്ടുപോവുക? ശ്രുതി പറയും ആളുകളുള്ളപ്പോൾ വേണം ചെയ്യാൻ, എങ്കിലേ സംശയം തോന്നാതിരിക്കും. എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ നിധി വയ്ക്കും ശ്രുതി ഞാൻ ചെയ്യുന്നത് തെറ്റല്ലല്ലോ? ശ്രുതി പറയും ഈ വീട്ടിൽ കുട്ടി ചെയ്യുന്നത് മാത്രമാണ് ശരി, ബാക്കി എല്ലാവരും ചെയ്യുന്നത് തെറ്റാണ് പോരെ. ശ്രുതി നിധിയെ മോട്ടിവേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്. ഇതൊക്കെ കേട്ട് നിധി പോകാൻ റെഡിയായി നിൽക്കും. ശ്രുതി പുറത്തിരുന്നൊരു ടാർപ്പായ എടുത്തിട്ട് അകത്തേക്ക് പോകാൻ നോക്കുകയാണ്.